ഇവിടെ ഡോക്ടർ ഷമാ മുഹമ്മദ് അപ്പോഴാണ് ഒരു അങ്ങനെയാണെങ്കിൽ അല്ല നികേഷ് ഞാനൊരു കാര്യം കൂടി പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ BJP-യിൽ കൊണ്ടുപോയി ചാരാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇതൊക്കെ എങ്ങനെ വന്നു ആര് തന്നു. ബാക്കിയുള്ള രാഷ്ട്രീയ അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുമ്പ് എവിടെ സുതാര്യത ഉണ്ടായിരുന്നു എന്നാണ് ശ്രീമതി ധന്യ പറയുന്നത്. ആര് വാങ്ങുന്നു, എവിടെ വാങ്ങുന്നു എന്ന് എങ്ങനെ സുതാര്യത ഉണ്ടായിരുന്നു? എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് സുതാര്യമാകുന്നത്? എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് സുതാര്യമാകുന്നത്? ഇലക്ട്രൽ ബോണ്ട് സുതാര്യമാണല്ലോ. അതെങ്ങനെയാണ്? ഇലക്ട്രൽ ബോണ്ട് സുതാര്യമാണല്ലോ. അതായത് കോൺഗ്രസിന് കൊടുക്കുന്ന പണം, BRS-ന് കൊടുക്കുന്ന പണം, ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് കൊടുക്കുന്ന പണം നിങ്ങൾ ധനകാര്യ മന്ത്രാലയം മാത്രം അറിയുക എന്ന് പറയുന്നത് എങ്ങനെയാണ് സുതാര്യമാവുക? അല്ല ഞാൻ ചോദിച്ചത്, അല്ല എന്റെ ചോദ്യം ക്ലിയർ ആണ് ശ്രീ നികേഷ്. ഇലക്ട്രൽ ബോണ്ട് വന്നതിന് ശേഷമാണോ അതോ ഒരു നിയമവും യാതൊന്നും ഇല്ലാതിരുന്ന സമയത്താണോ ഈ ട്രാൻസ്പെറൻസി എന്ന് ശ്രീ ധന്യ പറഞ്ഞത്? എനിക്ക് മനസ്സിലാവില്ല. UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ വളരെ ട്രാൻസ്പെറന്റ് ആയിരുന്നു. നേരത്തെ ഈ പറയുന്ന ഈ ഇലക്ഷൻ ഫണ്ടിന്റെ കാര്യത്തിനകത്ത് അഡ്വക്കേറ്റ് ചിന്തുമോൾ കേൾക്കൂ, നേരത്തെ ഈ ഇലക്ഷൻ ഫണ്ടിന്റെ കാര്യത്തിനകത്ത് ഒരു വ്യക്തതയില്ലായ്മ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് നിങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നിട്ട് കൊള്ളയാക്കി മാറ്റിയത്. നേരത്തെ ഒരു ചെറിയ കളവായിരുന്നു നടന്നതെങ്കിൽ പിന്നീട് ഇലക്ട്രൽ ബോണ്ട് വന്നതിന് ശേഷം കൊള്ളയാണ് നടന്നതെന്നല്ലേ ഈ ഒരൊറ്റ കാര്യം കാണിക്കുന്നത്? ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ഈ ഒരൊറ്റ ഇൻസിഡന്റ് കാണിക്കുന്നതല്ലേ? അതല്ല പറഞ്ഞ അതിന് മറുപടി ഞാൻ 2 തവണ അങ്ങയോട് ചോദിച്ചു, 2 തവണ അതിന് മറുപടി പറയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. BJP വളരെ കൃത്യമായിട്ട് BJPക്ക് ആരൊക്കെ പണം തന്നു, എങ്ങനെ പണം തന്നു എന്ന് കൃത്യമായിട്ട് BJPക്ക് അറിയാം. അത് ബോധിപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു തർക്കമുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിക്കൂ. എന്തിനാണ് കോടതിയെ സമീപിക്കേണ്ട കാര്യം? കോടതി വളരെ കോടതി ഭീഷണിച്ചോണ്ടല്ലേ ഈ വിവരങ്ങൾ നമുക്ക് കിട്ടിയത്. BJPയെ ഹരാസ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്ന വാക്കുകളായിരുന്നു. അല്ല, BJPയെ ഹറാസ് ചെയ്യാൻ ഇത് ഉപയോഗിക്കും എന്നറിയുന്നത് കൊണ്ടല്ലേ ജൂൺ 30-ാം തീയതി വരെ സമയം വേണം എന്ന് ധനകാര്യ വകുപ്പ് SBIയോട് പറഞ്ഞു. SBI സുപ്രീം കോടതിയിൽ ഇത്തിരി ഉളുപ്പും നാണമൊക്കെ വേണ്ടേ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനത്തിന്? ജൂൺ 30-ാം തീയതി വരെ സമയം ചോദിക്കുക. ഞങ്ങൾക്ക് ആ ഘട്ടത്തിൽ മാത്രമേ ഈ പറയുന്ന ഡോക്യുമെന്റുകൾ മുഴുവൻ ഹാജരാക്കാൻ കഴിയൂ എന്ന് പറയുക. സുപ്രീം കോടതി ഒന്ന് കണ്ണുരുട്ടുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഇത് മുഴുവൻ കൊണ്ടുകൊടുക്കുക. എന്താ ഇത്? നികേഷെ, വളരെ കൃത്യമായിട്ട് ഞാൻ പറയട്ടെ, ഒരു കോടതി പ്രോസസ്സിന്റെ ഉള്ളിൽ വളരെ കൃത്യമായിട്ട് അതിന് സഫീഷ്യന്റ് ആയിട്ട് സമയം ചോദിക്കുന്നത് ഒരു വലിയ ഇല്ലീഗാലിറ്റി ഒന്നുമല്ല. അങ്ങനെ വിചാരിക്കുന്നെങ്കിൽ അത് തെറ്റ്. ഇതല്ലല്ലോ, ഇത് അങ്ങനെയല്ലല്ലോ മാഡം. ഇത് നോക്കൂ, 7 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിയുന്ന ഡേറ്റ് ആണ് ഈ പറയുന്ന ജൂൺ 30-ാം തീയതി എന്ന് പറയുന്നത്. പിന്നെ അത് തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലല്ലോ. ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഭ്രമിച്ച് നിൽക്കുന്ന വിഷയം ഇലക്ട്രൽ ബോണ്ട് ആണല്ലോ. ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയം വരരുത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി പോയി ജൂൺ 30 എന്ന് പറഞ്ഞ സമയം ചോദിച്ചത്. നികേഷ്, അങ്ങനെ പറഞ്ഞു വെക്കാനായിട്ട് ശ്രമിക്കുകയേ വേണ്ട. BJPക്ക് ഒരു തരി പോലും പരിഭ്രമമില്ല, ഇതിൽ അല്പം പോലും പരിഭ്രമമില്ല. അത് 100% പറയാൻ ആഗ്രഹിക്കുന്നു. പരിഭ്രമമില്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. Debate with MV Nikesh Kumar.